Hi guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് വന്നിട്ട് 2-3 ദിവസമായി. നല്ല മഴയായിരുന്നതുകൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മാനന്തവാടി ടൗൺ വരെ ഒന്ന് പോവുകയാണ്. അപ്പം അവിടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഞാനുണ്ട്, ജോക്കും ഉണ്ട്, പിന്നെ മമ്മിയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ജോക്കും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ഹായ് പറ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഴശ്ശിക്കുടീരത്തിലാണ്. ഇത് മാനന്തവാടി ടൗണിൽ തന്നെയാണ് ഉള്ളത്. ഇത് മാനന്തവാടി മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടാണ് ഈ പഴശ്ശിക്കുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ. കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 15 രൂപയാണ്. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടെ അടിപൊളി ഒരു ഗാർഡൻ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അവർ നന്നായിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം അകത്ത് ചെന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ ഗാർഡൻ ഏരിയയിലോട്ടും കൂടി ഒന്ന് വരാവേ. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് വീരകേരളവർമ്മ പഴശ്ശിരാജ. ഇതായിരുന്നു പഴയ പഴശ്ശിക്കുടീരം. ഇതിന്റെ പുതുക്കി പണിത രൂപമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇനി അല്പം ചരിത്രമാവാലേ. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടത് ജനങ്ങളിൽ ഒരു വെല്ലുവിളിയായിരുന്ന സമയം. അപ്പോഴാണ് കോട്ടയം രാജകുടുംബത്തിലെ പഴശ്ശി രാജാവ് മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. കോട്ടയത്തെ എല്ലാ നികുതി സംഭരണവും അദ്ദേഹം നിർത്തിവെപ്പിച്ചു. അത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി തീർന്നു. പിന്നീട് നടന്നതെല്ലാം ഒരു ചരിത്രമായിരുന്നു. അതിനുശേഷം പഴശ്ശി രാജാവ് ഒളിപ്പോരിന് വയനാടൻ കാടുകളിലേക്ക് കയറി. തോമസ് ഹാർവേ ബാബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തലശ്ശേരിയിൽ സബ് കളക്ടറായി വന്നു. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനുള്ള ചുമതല പിന്നീട് അദ്ദേഹത്തിൻ്റെതായി. അങ്ങനെയിരിക്കെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന്റെ വനസങ്കേതത്തിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തി. ബാബർ കൊടും വനങ്ങളിൽ രാജാവിനെയും അനുയായികളെയും കീഴ്പ്പെടുത്തി. അങ്ങനെ 1805 നവംബർ 30 പുൽപ്പള്ളിക്ക് സമീപം മാവിലംതോട് വെച്ച് രാജാവ് വെടിയേറ്റു. അന്നത്തെ സബ് കളക്ടറായിരുന്ന ബാബർ രാജാവിന്റെ ശവശരീരം അദ്ദേഹത്തിന്റെ തന്നെ പല്ലക്കിൽ ഇവിടെ കൊണ്ടുവന്നാണ് ആചാരപ്രകാരമുള്ള ബഹുമതികളോടെ സംസ്കരിച്ചത്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും അതിൽ പങ്കെടുത്തു. അസാധാരണവും അതുല്യനുമായ ഒരു വിശിഷ്ട വ്യക്തിയാണ് എന്ന് TH ബാർബർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴശ്ശിക്കുടീരത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം കൂടി ഇവിടെയുണ്ട്. ഈ മ്യൂസിയം വയനാടിന്റെ ഒരു ചരിത്ര കാഴ്ചയാട്ടോ കാണിക്കുന്നത്. പഴശ്ശി ഗാലറി, ഹെറിറ്റേജ് ഗാലറി, ട്രൈബൽ ഗാലറി, ന്യൂമിസ്മാറ്റിക് ഗാലറി എന്നിവയാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം. ഇത് രാജാവ് ഉപയോഗിച്ചിരുന്ന വാളല്ല കേട്ടോ. ഇത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വാളാണ്. അത്ര പഴയതല്ല, ആ കാലഘട്ടത്തിൽ ഉള്ളതല്ല. നമ്മളിത് പ്രദർശനത്തിന് വേണ്ടി ആളുകൾക്ക് സന്ദർശകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഗോത്ര വിഭാഗങ്ങൾ കളക്ട് ചെയ്തതാണ്. കുറിച്ചർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരൊന്ന് കളക്ട് ചെയ്ത് പ്രദർശനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊട്ടമ്പെന്ന് പറയും.
രണ്ട് തരത്തിലുള്ള അമ്പുകളാണുള്ളത്. ഒന്ന് മൊട്ടമ്പ്, രണ്ടാമത്തത് കത്തിയമ്പ്. മൊട്ടമ്പുകൾ അവർ ഉപയോഗിച്ചത് പക്ഷികളെ ഇടിച്ചിട്ടാണ്. കത്തിയമ്പ് മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചു. വയനാടിൻ്റെ തനതുവാസികൾ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ മൈഗ്രൻസ്, ഇവിടെ കുടിയേറി വന്നവരാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ സ്ഥലപരിമിതി മൂലം ഒരു 2 ഗോത്ര വിഭാഗത്തിൻ്റെ വീടിൻ്റെ മാതൃകയിലുള്ള പ്രദർശനം വെച്ചിട്ടുള്ളത്. പിന്നീട് അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഈ ഗാലറിയിൽ കാണാൻ സാധിക്കും. വയനാടൻ കാടുകളിലെത്തിയ പഴശ്ശിരാജാവിന് സഹായമായി എത്തിയത് കുറിച്യ ഗോത്ര വിഭാഗമാട്ടോ. അവരുടെ വീടുകളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ ആട്ടോ ഈ ഗാലറിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഹെറിറ്റേജ് ഗാലറിയിലോട്ടാട്ടോ പോകുന്നത്. വയനാടിൻ്റെ ചരിത്രം തന്നെയാട്ടോ ഇതിനുള്ളിൽ. Then numismatic gallery.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വയനാടോ മാനന്തവാടിയോ ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മ്യൂസിയവും പഴശ്ശിക്കുടീരും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവരുടെ ഗാർഡൻ ഏരിയയിൽ കുറച്ച് നേരം വന്ന് ഇരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും നനഞ്ഞ് കിടക്കുക കേട്ടോ. ഇവിടെ ചുറ്റും ഇങ്ങനെ കാട് പോലെയാട്ടോ, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഓരോരോ ഫ്രൂട്ട് ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഫ്രൂട്ടൊക്കെ കഴിക്കാനായിട്ട് കിളികളും മൃഗങ്ങളൊക്കെ വരുന്നുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്കി കേട്ടോ. ഫസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം ആൾക്കാരുടെ ശബ്ദമൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു അത് പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത്. അയ്യോ എവിടെ എൻ്റെ ഇതൊക്കെ നിറച്ച് എന്തോ ഫ്രൂട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. ദെൻ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് മാനന്തവാടി ടൗണിലുള്ള ഒരു കടയിൽ കയറിയതാണേ. ഞാൻ കഴിക്കാനായിട്ട് പറഞ്ഞത് ദേ ഒരു സ്നാക്കാട്ടോ. ഇവിടെ ഇനം മസാല ബോണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നമ്മളിത് ഇന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ആകെ ഒരു വിഷമമായിരുന്നു കേട്ടോ, കുഞ്ഞുവിനെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇത് കറക്റ്റ് സമയത്തിന് തന്നെ നമ്മൾ എത്തിയിട്ടോ. ഇവിടെ വെച്ചൊരു ചെറിയൊരു സീൻ ഉണ്ടായിട്ടോ. ഓൾറെഡി നമ്മൾ സീറ്റെല്ലാം റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെയും ജോക്കുവിൻ്റെ അടുത്തായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു സീറ്റ് നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോക്കുവിന് വേറെ സ്ഥലത്തായിരുന്നു സീറ്റ് വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അത് പറ്റിയല്ലാന്ന്. അവർ കൽപ്പറ്റ എത്തുമ്പോൾ അത് ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് ഓക്കെ അല്ലാത്ത കാരണം നമ്മൾ അടുത്തടുത്ത് തന്നെ സീറ്റ് അറേഞ്ച് ചെയ്ത് വാങ്ങിയേ. അങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നു. നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്കും മൂവാറ്റുപുഴ എത്തിയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.